ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടേതല്ലാത്തതെന്തും അത് ഉപേക്ഷിക്കുക. നിങ്ങൾ അത് ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ ദീർഘകാല സന്തോഷത്തിനും പ്രയോജനത്തിനും വേണ്ടിയുള്ളതാണ്. ബുദ്ധൻ. ലോകം എന്നെ തർക്കിക്കുന്നു, ഞാൻ ലോകത്തെ അല്ല. ആഴമേറിയ ഈ വാചകം നമുക്ക് നൽകുന്ന പ്രചോദനങ്ങൾ നിരവധിയാണ്. നിങ്ങളുടേതായതല്ലാത്തതെന്തും വിട്ടുകളയുക. വിട്ടുകളയുന്നത് നിങ്ങളുടെ ദീർഘകാല സന്തോഷത്തിനും ഗുണത്തിനും കാരണമാകും. ഈ ആഴമേറിയ വാക്കുകൾക്ക് മലയാളത്തിൽ നിങ്ങൾക്ക് പ്രചോദനം നൽകാനായി ഇതാ ചില കാരണങ്ങൾ. 1. നിങ്ങൾ ഉപേക്ഷിക്കുന്നത് ബാഗയെ ആക്കും. കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ യാത്രയെ മന്ദതിയിലാക്കും. കൈവശമില്ലാത്തവ പോയാലും കുഴപ്പമില്ല, അവ ഇല്ലാത്തതുകൊണ്ട് ഇനിയും മുന്നോട്ടു പോകാനുള്ള ഉത്സാഹം ലഭിക്കും. 2. ചിന്തയുടെയും ഊർജത്തിന്റെയും ഒഴുക്കിനെ മെച്ചപ്പെടുത്തും. നിങ്ങൾ പിടിച്ചുവയ്ക്കുന്നതെന്തും നിങ്ങളുടെ മനസ്സിനെയും ഊർജത്തെയും കെട്ടിയിടുന്നു. അവ വിട്ടുകളയുമ്പോൾ പുതിയ ആശയങ്ങൾക്കും അവസരങ്ങൾക്കും ഇടം നൽകുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടുന്നതിനായി നിങ്ങളുടെ ചിന്തയെയും പ്രവർത്തനത്തെയും കൂടുതൽ മൂർച്ചയുള്ളതാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. 3. ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും. പഴയ വഴക്കുകളും തെറ്റിദ്ധാരണകളും പിടിച്ചുവയ്ക്കുന്നത് പുതിയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും നിലവിലുള്ള ബന്ധങ്ങൾ കെടുത്തുകയും ചെയ്യും. അവ വിട്ടുകളയുമ്പോൾ മറ്റുള്ളവരുമായി പുതിയ തുടക്കം നേടാനും വിവേകത്തോടെയും ക്ഷമയോടുകൂടെയും ഇടപഴകാനും നിങ്ങൾക്ക് കഴിയും. 4. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായി പരിശ്രമിക്കാൻ ചുമരുകൾ തകർക്കണം. നിങ്ങൾ ചേർത്തുവച്ചിരിക്കുന്ന കാര്യങ്ങൾ വിട്ടുകളയുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിവുള്ളവരും ആത്മവിശ്വാസമുള്ളവരും ആകും. 5. സമാധാനവും സന്തോഷവും കണ്ടെത്താനുള്ള വഴി തുറക്കും. പിടിച്ചുവയ്ക്കുന്നത് പലപ്പോഴും അസംതൃപ്തിക്കും ദുഃഖത്തിനും കാരണമാകുന്നു. ഈ അനാവശ്യമായ ഭാരം ഒഴിവാക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥമായ സമാധാനവും സന്തോഷവും കണ്ടെത്താനുള്ള വഴി തുറക്കും. 6. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. നിങ്ങളുടെ ശ്രദ്ധയും ഊർജവും പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ വിട്ടേച്ചാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് വർദ്ധിക്കും. ഇത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നേടാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനും സഹായിക്കും. 7. വളർച്ചയ്ക്കും പരിവർത്തനത്തിനും വഴിയൊരുക്കുന്നു. പുതിയ അനുഭവങ്ങൾ വരാനായി പഴയതിനെ വിട്ടേക്കുന്നത് ആവശ്യമാണ്. നിങ്ങളുടെ ഭൂതകാലത്തെ വിട്ടേച്ചാൽ നിങ്ങൾക്ക് വളരാനും പരിവർത്തിപ്പിക്കാനും കഴിയും. അത് നിങ്ങളുടെ പൂർണ്ണമായ സാധ്യതയെ ഉൾക്കൊള്ളാനും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കാനും നിങ്ങളെ സഹായിക്കും. 8. നിങ്ങളുടെ സ്വന്തം ശക്തിയെ തിരിച്ചറിയാനുള്ള അവസരം നൽകുന്നു. നിങ്ങൾ പിടിച്ചുവയ്ക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തിരിച്ചറിയലിനെ നിർവചിക്കാൻ അനുവദിക്കുന്നതിനു പകരം അനാവശ്യമായ ഭാരം ഒഴിവാക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ ശക്തിയും സ്വയംപര്യാപ്തതയും തിരിച്ചറിയാൻ സഹായിക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നത് നിങ്ങളുടെ ആന്തരിക ശക്തിയെയും സ്ഥിരോത്സാഹത്തെയും വെളിപ്പെടുത്തും. 9. കൂടുതൽ സഹാനുഭൂതിയും ക്ഷമയും പഠിക്കാനുള്ള അവസരം. മറ്റുള്ളവരുടെ പോരായ്മകളും തെറ്റുകളും വിട്ടേച്ചാൽ അവരോട് കൂടുതൽ സഹാനുഭൂതിയും ക്ഷമയും പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഇത് നിങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരും. 10. നിങ്ങളുടെ ഭയത്തെ മറികടക്കാൻ സഹായിക്കും. പലപ്പോഴും നമ്മൾ പിടിച്ചുവയ്ക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭയങ്ങളിൽ വേരൂന്നിയതാണ്. ഈ ഭയങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം നിങ്ങൾ കണ്ടെത്തി അവ വിട്ടേച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും സന്തോഷവും അനുഭവപ്പെടും. ഭയത്തെ വിട്ടേക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി ജീവിക്കാനും നിങ്ങളുടെ പൂർണ്ണമായ സാധ്യതയെ തിരിച്ചറിയാനും നിങ്ങളെ പ്രാപ്തനാക്കും. ഏതൊന്നും നിങ്ങളുടേതായിട്ടില്ലെങ്കിൽ അത് വിട്ടുകളയുക. അത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ഭംഗിയുള്ളതും സംതൃപ്തികരവുമാക്കും. ചിലപ്പോൾ ഈ പ്രവൃത്തി ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഫലം ശാശ്വതമായ സന്തോഷവും സമാധാനവുമാണ്. ഓർക്കുക, വിട്ടുകളയുന്നത് വീക്ക്നെസ് അല്ല, സ്ട്രെങ്ത് ആണ്. ഇന്ന് തന്നെ തുടങ്ങുക. നേരത്തെ വിട്ടുകളയുന്ന ജീവിതം കൂടുതൽ സന്തോഷകരവും സഫലവുമാകും. ഒരു ചെറുകഥ കേൾക്കാം. ഒരു കൊച്ചു ഗ്രാമത്തിൽ രജിയ എന്ന പെൺകുട്ടി ജീവിച്ചിരുന്നു. അവൾ സ്വപ്നങ്ങളുടെ ഒരു കൂടുപറത്തിയായിരുന്നു. ഒരു കലാകാരിയാകാനായിരുന്നു അവളുടെ ആഗ്രഹം. സ്വർണ്ണ നിറങ്ങളുടെയും മന്ത്രിക ബ്രഷ്സ്ട്രോക്കുകളുടെയും ലോകത്ത് മുങ്ങിപ്പോകാൻ. പക്ഷേ അവളുടെ വഴിയിൽ ഒരു കടച്ചുകെട്ടുണ്ടായിരുന്നു. അവളുടെ കുടുംബത്തിന്റെ പരമ്പരാഗത പ്രതീക്ഷകൾ. കൃഷിഭൂമി നോക്കേണ്ടതാണെന്നും കല വിട്ടുകളയേണ്ടതാണെന്നും കുടുംബം നിർബന്ധിച്ചു. സങ്കടത്തോടെ പ്രതീക്ഷകളുടെ കെട്ടഴിഞ്ഞ ചങ്ങലകളിൽ രജി തളച്ചുകെട്ടപ്പെട്ടു. കൃഷി ചെയ്തു, വിളവെടുത്തു. പക്ഷേ അവളുടെ കണ്ണുകളിൽ കലയുടെ തീപ്പൊരി കെട്ടുപോയില്ല. ഒരിക്കൽ നിലാവെളിച്ചരാവിൽ മുറ്റത്തെ പുരോണിൽ ഇരിക്കുമ്പോൾ
നക്ഷത്രങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ടിരുന്ന മുത്തശ്ശി പതിയെ പറഞ്ഞു, മോളെ, നിന്റെ കയ്യിൽ പിടിച്ചുകെട്ടിടുന്നതെന്തും നിന്റേതാണെങ്കിൽ ആരും അത് എടുക്കില്ല. പക്ഷേ അത് നിന്റെയല്ലെങ്കിൽ വിട്ടുകളഞ്ഞാലും ജീവിതം കൂടുതൽ സുന്ദരമാകും. ആ വാക്കുകൾ രജിയുടെ ഹൃദയത്തിൽ തീപ്പൊരിയായി പൊട്ടി. അവൾ തിരിച്ചറിഞ്ഞു, താൻ കളയാതെ പിടിച്ചിരിക്കുന്നത് സ്വപ്നങ്ങളല്ല, കെട്ടഴിഞ്ഞ പ്രതീക്ഷകളുടെ ഭാരമാണ്. ആ രാത്രിയിൽ തന്നെ രജി തീരുമാനിച്ചു, അവൾ കല വിട്ടുകളയുന്നില്ല, നിർബന്ധങ്ങളുടെ ചെങ്ങലയെ ഖണ്ഡിക്കുന്നു. അടുത്ത ദിവസം റാത്തൽ മണ്ണും ഗോതമ്പിൻ തരികളും പുരട്ടിയ തന്റെ കൈകളുമായി അവൾ ഒരു ചിത്രകാരന്റെ അടുത്തേക്ക് ചെന്നു. നാണത്തോടെയും ധൈര്യത്തോടെയും സ്വപ്നങ്ങൾ തുറന്നു പറഞ്ഞു. ദുരഭിമാനം കൂടാതെ ചിത്രകാരൻ അവളുടെ കണ്ണുകളിലെ തീപ്പൊരി കണ്ടു. അവളെ ഉൾക്കൊള്ളാൻ തയ്യാറായി. കൃഷിയിടത്തിൽ നിന്നും കുടുംബത്തിന്റെ കടച്ചുകെട്ടിൽ നിന്നും പുറത്തുകടന്നത് എളുപ്പമായിരുന്നില്ല. പക്ഷേ രജി വിട്ടുകളഞ്ഞത് ഭാവിയല്ല, ഭാരമായിരുന്നു. ദിവസങ്ങളും രാത്രികളും കഷ്ടപ്പെട്ട് പഠിച്ചു, വരച്ചു. നിറങ്ങൾ അവളുടെ ജീവിതത്തെ നിറപ്പെടുത്തി. നേരത്തെ വേദനിച്ച കരങ്ങൾ ഇപ്പോൾ സന്തോഷത്തിന്റെ സൃഷ്ടികളുമായി പറന്നു. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തിരിച്ചു നോക്കുമ്പോൾ രജിക്ക് മനസ്സിലായി, വിട്ടുകളഞ്ഞത് ബലഹീനതയല്ല, ശക്തിയാണ്. തന്റെ ഇഷ്ടങ്ങൾക്കായി നിന്നതും ഭാരം ഒഴിവാക്കിയതും കൊണ്ടാണ് അവൾ സന്തോഷത്തിന്റെ വർണ്ണപ്രതീസയിൽ എത്തിയത്. ഇതാ രജിയുടെ കഥയിൽ നിന്നുള്ള പ്രചോദനങ്ങളുടെ ചില പ്രത്യേകതകൾ. നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ സ്വീകരിക്കുക. എതിർപ്പുകൾക്കിടയിലും സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക. നിങ്ങളുടെ ആത്മാവിന് പ്രതിധ്വനിക്കുന്ന കാര്യങ്ങൾ പിന്തുടരുക. പരമ്പരാഗത ചിന്തകളുടെ ചങ്ങലകൾ ഖണ്ഡിക്കുക. പഴയകാല പരിമിതികളിൽ കെട്ടിണയാതെ നിങ്ങളുടെ വഴി നിങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുക. നവീന ആശയങ്ങൾക്കും സാധ്യതകൾക്കും വാതിൽ തുറക്കുക. ഭയത്തെ മറികടക്കുക. സ്വപ്നങ്ങൾ പിന്തുടർന്നാൽ സുരക്ഷിതവും കൈവിടേണ്ടിവരുമെന്ന ഭയത്തെ അതിജയിക്കുക. ചുവടുവെച്ച് മുന്നോട്ടു പോവുക. വീണാലും എഴുന്നേറ്റ് നടക്കുക. പഠനത്തിലും പരിശ്രമത്തിലും പ്രതിജ്ഞാബദ്ധരാകുക. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇടർച്ചകളും കഠിനാധ്വാനവും അനിവാര്യമാണ്. ഏത് തടസ്സം മറികടക്കാനും ദൃഢനിശ്ചയം കാണിക്കുക. വിമർശനങ്ങൾ നേരിടാൻ ഒരുങ്ങുക. പുതിയ വഴി തെരഞ്ഞെടുക്കുമ്പോൾ വിമർശനങ്ങളും എതിർപ്പുകളും സ്വാഭാവികമാണ്. അവയെ ശക്തിയാക്കി മാറ്റുക, കുതന്ത്രങ്ങളായി ഉപയോഗിക്കരുത്. ഓർക്കുക, നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്തും എപ്പോഴും നിങ്ങളുടേതാണെങ്കിൽ അത് വിട്ടുകളയേണ്ട ആവശ്യമില്ല. പക്ഷേ അത് നിങ്ങളുടെ സന്തോഷത്തെയും പൂർണ്ണതയെയും തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ വിട്ടുകളയുന്നത് ശക്തിയും ധൈര്യവുമാണ്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ കാണുക, നിങ്ങൾ വിട്ടുകളഞ്ഞത് ഭാരമായിരുന്നു, സ്വപ്നങ്ങളല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ പെയിന്റിംഗ് സ്വപ്നങ്ങളുടെ നിറങ്ങളിൽ നിങ്ങൾ തന്നെ വരയ്ക്കൂ. ഒരിക്കലും വിട്ടുകളയരുത്, വിരിയൂ. ജയ് ഹിന്ദ്.